ശരിക്കും ആരോഗ്യ പ്രശ്നത്താൽ ഉഴലുകയായിരുന്നു ശ്രീനിവാസൻ. മനുഷ്യന്റെ ജന്മമനുസരിച്ച് മനുഷ്യ ജീവനുകൾ ഭൂമിയിൽ വന്നാൽ നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്, ഇങ്ങനെ പല ചിന്തകളുമുണ്ട് മനുഷ്യർക്ക് പലതരത്തിൽ. ഈ ആത്മാവിനെ സംബന്ധിച്ച് വെസ്റ്റേൺ കൾച്ചറിന്റെ ചിന്ത വേറെയാണ്, ഇന്ത്യൻ കൾച്ചറിന്റെ ചിന്ത വേറെയാണ്. എന്തായാലും അങ്ങനെ ഇന്ത്യക്കാർ അങ്ങനെ ആത്മാവിലും ഒക്കെ വിശ്വസിക്കുന്നു. ഇതിനകത്ത് നമുക്ക് എപ്പോഴും ശാരീരിക ബലം ആണ് ഏറ്റവും പ്രധാനം. ഒരാളിന് ശാരീരിക ആരോഗ്യം ഇല്ലേ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ ഒരിക്കൽ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ ശരീരത്തെയാണ്. ശരീരമാണ് ക്ഷേത്രം, അവിടെ ഇരിക്കുന്ന വിഗ്രഹമാണ് ഈ ദേവത എന്നൊക്കെ, ദേവനും വിഗ്രഹം എന്നൊക്കെ പറയുന്ന മനസ്സാണ് എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത് ശ്രീനിവാസൻ വളരെ അവശ നിലയിലായിട്ടാണ് മുഖാമുഖം കണ്ട് മരണത്തിലേക്ക് പോയത്. അപ്പോൾ അവശ നിലയിലായി വളരെ സംസാരിക്കാനൊക്കെ അവസാന കാലത്ത് കൊടുക്കുന്ന ഇന്റർവ്യൂവിലൊക്കെ ഒട്ടും സംസാരിക്കാൻ വയ്യാത്ത രീതിയിലേക്കുള്ള വലിയ അവശനായിട്ടാണ് അദ്ദേഹം പോയത്. എന്തായാലും കേരളത്തിലെ വളരെ വലിയ 3-4 കാര്യങ്ങൾ ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയും. ഒന്ന്, വളരെ ജെന്റിൽമാൻ ആണ്. സ്വഭാവത്തിന്റെ കാര്യത്തിൽ, സഹപ്രവർത്തകർ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ എല്ലാത്തിലും ഒരു ജെന്റിൽമാൻ ആണ്. ദിലീപിന്റെയും സിദ്ദിഖിന്റെയും മുകേഷിന്റെയും ഒക്കെ ലോകത്താണ് നമ്മൾ താമസിക്കുന്ന സിനിമാ ലോകം. അവിടെ ഇദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ്. 1. 2, ചിരിക്ക് വലിയ മലയാളിയെ കൊണ്ട് ചിരിപ്പിക്കുന്നതിന്, അതും നല്ല ശുദ്ധഹാസ്യത്തിലൂടെ, കുഞ്ചൻ നമ്പ്യാരൊക്കെ പറയുമ്പോൾ ശുദ്ധഹാസ്യത്തിലൂടെ, ആക്ഷേപഹാസ്യത്തിലൂടെ, വെളുപ്പും ചളിയും എന്ന് പറയാതെ ശുദ്ധഹാസ്യത്തിലൂടെ മനുഷ്യരെ ചിരിപ്പിക്കും. അതിനേക്കാൾ ഉപരി ചിന്തിപ്പിക്കുന്നതാണ്. സമൂഹത്തെ കൊണ്ട് വല്ലാതെ ചിന്തിപ്പിക്കും. അത് പിന്നെ സന്ദേശം പോലുള്ള സിനിമയൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും മലയാളി മറന്നു പോകാത്ത വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സന്ദേശം തന്നെയാണ് സന്ദേശ സിനിമ. അത്തരത്തിലുള്ള പിന്നെ വിമർശനം, ആരുടെയും മുഖത്ത് നോക്കാതെ പണാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്, ജനാധിപത്യമല്ല എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി എല്ലാവരോടും പറയാൻ കഴിയുന്ന അപൂർവം വ്യക്തിത്വങ്ങളുള്ള ഒരാളാണ്. കാരണം നമുക്ക് പിന്നെ നമ്മുടെ ഡോക്ടർ എം ലീലാവതി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ, നമ്മൾ രാമായണം എഴുതിയിട്ടുള്ള വാൽമീകി പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരികളെ തിരുത്തിക്കലാണ്. ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ, അത് ആരായാലും, മോഡി ആയാലും പിണറായി വിജയനായാലും നാളെ സതീശനായാലും ആര് വന്നാലും ഭരണാധികാരികൾ ആരാണോ അവരെ തിരുത്തിക്കലാണ് പിന്നെ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും ജോലി പ്രധാനമെന്ന് വാൽമീകിയുടെ കാലം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മീരമാരടക്കമുള്ള ആളുകൾ, പത്മനാഭനും മീരയും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ, സച്ചിദാനന്ദനും ഒക്കെ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവർ എപ്പോഴും ഭരണത്തിന്റെ മൂടും താങ്ങി ഇങ്ങനെ സാഹിത്യ അക്കാദമി കയറാൻ പറ്റുമോ, കമ്മിറ്റി കയറാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പുസ്തകം വയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നതല്ലാതെ സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കാൻ ഒരു പണിയും ചെയ്യുന്നവരല്ല ഇവരാരും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീനിവാസനെ പോലുള്ള ഒരു നടൻ വളരെ ബുദ്ധിയോടുകൂടി പണാധിപത്യമാണ് നടക്കുന്നത്, ജനാധിപത്യമല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ഒരു വശത്ത് ചിരിയുണ്ട്, ചിന്തയുണ്ട്, പിന്നെ സാഹിത്യമുണ്ട്, പിന്നെ അതുപോലെ തന്നെ വിമർശനമുണ്ട്, ജനാധിപത്യത്തിന്റെ ചിന്തകളുണ്ട്. അങ്ങനെ വളരെ മനോഹരം. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ യാതൊരു അശ്ലീലവുമില്ല, എന്നാൽ ഒരുപാട് ചിരിക്ക് വക നൽകുന്നതാണ്, ചിന്തയ്ക്ക് വക നൽകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു അതുല്യനായ എഴുത്തുകാരനാണ്, സ്ഥിരകഥാകൃത്താണ്, അഭിനേതാവാണ്, എന്തല്ല എന്ന് പറഞ്ഞാൽ എല്ലാമാണ്. എന്നാൽ കാണാൻ വലിയ പല നടന്മാരെയും പോലുള്ള വലിയ സൗന്ദര്യമുള്ള ആളുമല്ല. ഇപ്പം മമ്മൂട്ടിയെ, മോഹൻലാലിനെ ഇപ്പോൾ ഭയങ്കര ശരീരവും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരാളുമല്ല. ഒരു വളരെ സാധാരണയായ നാട്ടിൻപുറത്തുകാരനെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ. കണ്ണൂർക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പാട്യത്വം മറ്റുള്ളതാണ്. അപ്പോൾ വളരെ സാധാരണക്കാരായ മനുഷ്യൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, 2 വളരെ മാന്യന്മാരായ ജെന്റിൽമാൻമാരായ 2 മക്കൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഈ കാലഘട്ടത്തിലെ മക്കളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവന്മാർ കാണിക്കാത്ത ശുദ്ധ തോന്നിയവാസങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തും രാഹുൽ ഈശ്വർ സൈസാണ് മക്കളൊക്കെ. ആ കാലഘട്ടത്തിൽ 2 നല്ല കുഞ്ഞുങ്ങൾ, ആൺകുട്ടികൾ, ഒരു തെമ്മാടിത്തരവും കാണിക്കാത്ത, ധാരാളം സിനിമകൾ എടുക്കുന്ന, സിനിമകൾ അഭിനയിക്കുന്ന, സംവിധാനം ചെയ്യുന്ന, തിരക്കഥ എഴുതുന്ന മനോഹരമായ 2 മക്കളെ കിട്ടി എന്ന് പറയുന്നതാണ് ആ പിതാവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഭാഗ്യമുള്ള ആളാണ്. നല്ല കുടുംബനാഥൻ എന്നുള്ള നിലയിൽ നല്ല മനുഷ്യനാണ്. മലയാള സിനിമയുടെ ഒരു സൗമ്യ മുഖമാണ്, സൗമ്യ ഭാവമാണ്. അതേസമയം തന്നെ ഈ സൗമ്യ നിലനിൽക്കുമ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തനിക്ക് പറയാനുള്ളത് ശരിയോ തെറ്റോ, അത് ആരെങ്ങനെ എടുക്കില്ല, സമൂഹം ചിരിക്കുമോ കളിയാക്കുമോ ട്രോളുമോ ഒന്നും നോക്കാറില്ല. തൻ്റെ ശരിയാണ് തൻ്റെ ബോധ്യം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ബോധ്യമാണ്. അത് നമുക്ക് സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയാം, ഒരു സ്വയം മതിപ്പ്. അങ്ങനെയുള്ളവർ കുറവാണ്. വിരലിലെണ്ണാവുന്നവരെ ഓരോ ഫീൽഡ് എടുത്താലുമുള്ളൂ. അങ്ങനെ സെൽഫ് എസ്റ്റീം കൊണ്ട് നടക്കുന്ന ഒരു സ്വയം മതിപ്പുള്ള ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നഷ്ടം തന്നെയാണ്. പക്ഷേ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കാൻ കഴിയാത്ത ഒരാൾ പെട്ടെന്ന് പോകുന്നത് ഏത് പ്രായത്തിലായാലും അത് അദ്ദേഹത്തിന് വളരെ നല്ലതാണ്, മറ്റുള്ളവർക്കും നല്ലതാണ്, ബന്ധുമിത്രാദികൾക്കും എല്ലാം നല്ലതാണ്. കാരണം ഒരാൾ
അസുഖത്തോടു കൂടി ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും മാനസിക സംഘർഷവും മറ്റൊരുപാട് അസ്വസ്ഥതകളും ഉണ്ടാക്കിയ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ആരോഗ്യത്തോടു കൂടിയാണ്, സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണെങ്കിൽ ശതാബ്ദിയോ അല്ലെ 100 അടിച്ചിട്ട് പോയാൽ മതി, സെഞ്ചുറി അടിച്ചിട്ട് പോയാൽ മതി. പക്ഷേ ആരോഗ്യത്തിന് പ്രശ്നം വന്ന് പോയാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഈ ഭൗതിക ശരീരം വിടുന്നതാണ് നല്ലത്. അപ്പോഴും അവർ ചെയ്തിരിക്കുന്ന നന്മകൾ, അവർ ചെയ്തിരിക്കുന്ന തിന്മകൾ നമ്മൾ നമ്മുടെ ആത്മീയ ഭാഷയിലൊക്കെ പറയുമ്പോൾ കർമ്മഫലം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ശ്രീനിവാസൻ വലിയ കർമ്മങ്ങൾ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ ചാനലുകളുടെ സുഭാഷിതത്തിൻ്റെയും ഗ്ലോബൽ മലയാളി ന്യൂസിൻ്റെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരുടെ പേരുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ചിത്രം എന്ന് അദ്ദേഹത്തിൻ്റെ നല്ല മണിക്കിലുക്കമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമെന്ന് മനസ്സിലാക്കുന്നു. ആ മണിക്കിലുക്കം കേരളത്തിൽ തീർന്നു.